മോട്ടിവേഷൻ കേട്ടിട്ട് സിപ്പ് സ്റ്റാർട്ട് ചെയ്യും. കൃത്യമായിട്ട് കുറച്ച് നാൾ മാസത്തിലെ പൈസ അടച്ചു പോവുകയും ചെയ്യും. പക്ഷേ ഈ ഇൻസ്റ്റാൾമെൻറ്റ് എപ്പോഴെങ്കിലും മുടങ്ങിയാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതറിയാമോ? ഒന്നാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് ബാങ്കിലാണോ ആട്ടോ ഡെബിറ്റ് ആവാനായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുന്നത്, ആ ബാങ്കുകാർ കൃത്യമായിട്ടും ചെക്ക് ബൗൺസിൻ്റെ ചാർജ് നമ്മളെ ചാർജ് ചെയ്യും. അതായത് ഞാനൊരു 4 സ്കീമിലാണ് മ്യൂച്വൽ ഫണ്ട് സിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ 4 സ്കീം മുടങ്ങുകയാണെങ്കിൽ ഏകദേശം 4 ചെക്ക് ബൗൺസിൻ്റെ ചാർജസ് ബാങ്ക് നമ്മളിൽ നിന്നും ഈടാക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു 4 സ്കീം മുടങ്ങി പോവുകയാണെങ്കിൽ ബാങ്ക് നമ്മളിൽ നിന്ന് ഏകദേശം 2000 രൂപ ചാർജ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവാനായിട്ടൊരു ചെറിയ സ്റ്റെപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എന്തെന്ന് വെച്ചാൽ, സിപ്പ് ഈ ഇൻസ്റ്റാൾമെൻറ്റ് മുടങ്ങുമെന്ന് മുൻകൂട്ടി അറിയാമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന ആ പർട്ടിക്കുലർ AMCയുടെ സ്കീം നമുക്ക് പോസ് ചെയ്ത് വയ്ക്കാം. അതായത് നമുക്കൊരു 3 മാസത്തേക്ക് നമ്മളുടെ ഈ ഇൻസ്റ്റാൾമെൻറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ ചെയ്ത് വെക്കുന്നതിനാണ് സിപ്പ് പോസിങ് എന്ന് പറയുന്നത്. 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ആട്ടോ ഡെബിറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ ബാങ്കിൻ്റെ ചാർജസിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും.